പ്രാർത്ഥനയുടെ മറുപടി വരും. ചങ്കുപൊട്ടി അവൻ പ്രാർത്ഥിച്ചു, ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഒടുവിലത്തെ സമയവും ആ മനസ്സിൽ മുഴുവൻ നീയായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി വരും. അവൻ കഷ്ടപ്പെട്ടത് മുഴുവനും നിനക്ക് വേണ്ടിയാണ്. അവൻ ജനിച്ചത് നിനക്ക് വേണ്ടിയാണ്, ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ്, ക്രൂശിൽ പിടഞ്ഞു മരിച്ചത് നിനക്ക് വേണ്ടിയാണ്. പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റത് നിനക്ക് ജയം നൽകി തരാൻ വേണ്ടിയാണ്. ക്രൂശിൽ യേശു അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. ഗെത്സമനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതും വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെയായി അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയതും, ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ കഷ്ടമനുഭവിച്ചതും, ഒടുവിൽ ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടത് നിനക്ക് വേണ്ടിയാണ്. ആ കഷ്ടതയുടെ റിസൾട്ട് വരും. ആ കഷ്ടത നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നെന്ന് നീ അറിയത്തക്കവണ്ണം, നിന്റെ ദേശം കാണത്തക്കവണ്ണം മറുപടി വെളിപ്പെടും. ആ കഷ്ടപ്പാടിൻ്റെ മറുപടി നീ കാണും. പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്ന് പകലും സദാസമയവും നിനക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതിൻ്റെ റിസൾട്ട് വരും. അന്ന് ഗെത്സമനയിലേക്ക് പോകുന്ന വഴിയിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ഈ പകലും പ്രാർത്ഥിക്കുന്നു. നാം ഉറങ്ങുമ്പോഴും അവൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്നു. യേശുവിന് വലിയ പ്രതീക്ഷയുണ്ട്. അവൻ നിന്റെ ശുഭഭാവി ആഗ്രഹിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. നീ പരാജയപ്പെടുകയില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവം നിനക്ക് മാന്യത നൽകും. ദൈവം നിനക്ക് ഉയർച്ച നൽകും. അവൻ ഉയർത്തപ്പെട്ടത് നിന്നെ ആകർഷിക്കാൻ വേണ്ടിയാണ്, നിനക്ക് ഉയർച്ച തരാൻ വേണ്ടിയാണ്, നിനക്ക് മാന്യത തരാൻ വേണ്ടിയാണ്. അതേ, നിശ്ചയമായും ആ നന്മ നിന്നെ തേടി വരും. യേശുവിൻ്റെ കഷ്ടപ്പാടിലും പ്രാർത്ഥനയിലും വിശ്വസിക്കുക. അതിനൊരു റിസൾട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ പോവുകയാണ്. വചനത്തെ വിശ്വസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.